ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ വെച്ചുള്ള ഒരു സ്നാക്കാണ്. ഇത് അടിപൊളി സ്നാക്കാണ്. നമ്മുടെ കട്ട്ലേറ്റിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തുടർന്നുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഞാനിതിനെ തൊലി കളഞ്ഞ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഇതിനെ ഉടച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ആദ്യം മാറ്റിയിട്ട് നമുക്കിതിനെ കൈകൊണ്ട് വേണം ഉടച്ചെടുക്കാൻ. കൈകൊണ്ട് ഉടച്ചെടുത്തിട്ട് നന്നായി കൂട്ടി തിരുമ്പി നല്ല സോഫ്റ്റ് ആക്കി നമുക്കതിനെ ഉടച്ചെടുക്കണം. നമ്മുടെ ഈ പൊട്ടറ്റോ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അത്രയും നേരം നമ്മൾ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. നമ്മുടെ ഈ റെസിപ്പി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ ഇത്രയും ടേസ്റ്റുള്ളൊരു കട്ട്ലേറ്റ് പോലെ തന്നെ ഒരു റെസിപ്പി ഞാൻ കഴിച്ചിട്ടില്ല. കട്ട്ലേറ്റിനേക്കാളും വലിയ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയണേ. ഇത് തീർച്ചയായും ഇതേ റെസിപ്പി തന്നെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായി ഞാൻ ഉടച്ച് നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല ചെറിയ ചെറിയ കട്ടകൾ മാത്രമേ ഉള്ളൂ. എന്നാലും വലിയ കട്ടകളൊന്നുമില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് ഉടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ജീരകമാണ്. നല്ല ജീരകം ഉണ്ടല്ലോ അതാണ്. 1/2 ടീസ്പൂണാണ് ജീരകം ചേർക്കുന്നത് കേട്ടോ. അതും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വീതം രണ്ടും കൂടി ചേർക്കുക കേട്ടോ. നല്ല ജീരകം ഒന്ന് ചതച്ചിട്ട് വേണം ചേർക്കാം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം സൈസുള്ളൊരു സവാളയാണ്. ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാനുണ്ട്. പച്ചമുളക് 1 ടേബിൾ സ്പൂൺ വേണം ചേർക്കാൻ. നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് എടുത്താലും മതിയാവും. അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അടുത്തത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഓയിൽ ചേർക്കുക. അതിന് ശേഷം നമ്മുടെ ഈ മിക്സ് നന്നായി ഇളക്കി നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കണ പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ മിക്സാക്കി നല്ല ഫ്ലേവർ ഇതിനുള്ളിൽ നിന്ന് വരണം. ഇതിൻ്റെ എല്ലാ ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഓയിലിൻ്റെയും ഒരു ജിഞ്ചർ പേസ്റ്റിൻ്റെ ഒക്കെ ഒരു മണം നമ്മുടെ ഈ മിക്സിൽ നിന്ന് വരണം. അതിനനുസരിച്ച് നമ്മളത് മിക്സാക്കി നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പൊട്ടറ്റോ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്നും നമുക്കൊന്നൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാൻ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ് ഇതിനാവശ്യം. അപ്പോൾ പുഴുങ്ങി വെച്ച മുട്ടയെ നമ്മൾ കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ മുട്ട നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു മിക്സ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ആവശ്യം 1/4 കപ്പ് മൈദയാണ് ആവശ്യം. 1/4 കപ്പ് മൈദയും കുറച്ച് വെള്ളവും വേണം. ഒരു ബൗളിൽ 1/4 കപ്പ് മൈദ എടുക്കുക. പിന്നെ കുറച്ച് വെള്ളം, അത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി എടുക്കണം. ഇത് രണ്ടും കൂടി മിക്സാക്കി അത്യാവശ്യം കട്ടി കുറഞ്ഞ ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഈ മിക്സിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഈ മിക്സിൽ വെള്ളം കൂടിപ്പോയെങ്കിൽ കുറച്ച് ഫ്ലോർ ചേർത്തിട്ട് നമുക്കിതിൻ്റെ പാകത്തിനുള്ള കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലോറിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ മിക്സ് എടുക്കാം. പൊട്ടറ്റോ മിക്സ് ആദ്യം കുറച്ച് ചെറിയൊരു ഉരുളയാക്കി എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഓയിൽ തേച്ച് വെക്കുക.
അപ്പോൾ ഇങ്ങനെ കൈവെള്ളയിൽ ഓയിൽ തേച്ചിട്ട് ആ മിക്സ് ഒന്ന് ചെറുതായി ഒന്ന് പരത്തി വയ്ക്കുക. പരത്തി വെച്ചതിന് ശേഷം മുട്ടയുടെ ഒരു പീസ് എടുക്കുക. പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കമഴ്ത്തി വയ്ക്കുക കേട്ടോ. കമഴ്ത്തി വയ്ക്കുക. കമഴ്ത്തി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് പൊട്ടറ്റോ മിക്സ് എടുത്തിട്ട് ഈ മുട്ടയുടെ മീതെ തന്നെ കവർ ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ആക്കി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട്ലേറ്റ് പോലെ ഇങ്ങനെ ഫില്ലിങ് ചെയ്ത കട്ട്ലേറ്റ് പോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഷേപ്പാക്കി എടുക്കുന്നത്. അതുപോലെ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഈ മുട്ടേനെ ഫുള്ളായിട്ട് കവർ ചെയ്യത്തക്ക വിധത്തിൽ വേണം പൊട്ടറ്റോ മിക്സ് എല്ലായിടത്തും യോജിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് അത്യാവശ്യം നല്ലൊരു ഷേപ്പാക്കി തന്നെ എടുക്കാം. ഇതുപോലെ എല്ലാം ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ മുട്ട ഉള്ളി വെച്ചിട്ട് എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഫ്ലോർ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നേരെ തിളച്ച എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ തീ ഇടാൻ വേണ്ടിയിട്ട്. ആദ്യം ഫ്ലെയിം കൂട്ടി എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തീ ഇടുക. അതിന് ശേഷം ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ എഗ് ചോപ്പ് ഇതാ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പിലേക്ക് ഫ്രൈ ചെയ്ത് തൂവിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കിടിലൻ സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.